എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വരും. ഗോകുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു 10 സെക്കൻഡെങ്കിലും എനിക്ക് ഹോൾഡ് ചെയ്യാൻ ടൈം കിട്ടിയാൽ മാത്രമേ സ്പിരിച്വൽ ബോംബ് അതെന്നെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഇവന്റെ ഈ ഒരു അറ്റാക്കിംഗ് സ്റ്റൈൽ വെച്ച് ഇവൻ എനിക്ക് ഒരു സെക്കൻഡ് പോലും സമയം തരില്ല. സോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ഐഡി ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞ് അവന്റെ കണ്ണിൽ അറ്റാക്ക് ചെയ്യുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ കാണാനായിട്ട് കഴിയില്ല. ഓ നോ, എന്റെ കാഴ്ച അത് നഷ്ടപ്പെട്ടു, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യും. എന്റെ വിഷൻ അതെനിക്ക് നഷ്ടപ്പെട്ടു, എങ്ങനെയെങ്കിലും എനിക്കത് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞ് അവൻ അതിനുള്ള ശ്രമം അത് ആരംഭിക്കും. അതേസമയം ഗോകു ആണെങ്കിൽ അവന്റെ കൈകൾ അതങ്ങനെ വിരിച്ചു പിടിക്കും. കടലെ, കാറ്റ്, സസ്യങ്ങളെ എല്ലാവരുടെയും പവർ ഇപ്പൊ എനിക്ക് ആവശ്യമാണ് ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ. കുറച്ച് പവർ ആണെങ്കിലും എനിക്കത് ധാരാളമാണ്. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ സോൾ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. കടലിലെയും വെള്ളത്തിലെയും സസ്യങ്ങളുടെ ഒക്കെ തന്നെ പവർ അത് ഗോകുവിലേക്ക് അങ്ങനെ വന്ന് നിറയാണ്. അപ്പൊ ദൂരത്തായി ഉണ്ടപ്പൻ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഗോകു നോക്കും. ഓ നോ, ഇവൻ എന്തായി ചെയ്യണേ? എന്താണെങ്കിലും വളരെ പെട്ടെന്ന് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്റർ അവനെ ഇല്ലാതാക്കും. ഗോകു ആണെങ്കിൽ വളരെ വേഗത്തിൽ ആ ഒരു പവർ എല്ലാം തന്നെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കാഴ്ച തെരുവ് കിട്ടുന്നതിന് മുൻപ് തന്നെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം. അതല്ല എങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എനിക്ക് കഴിയില്ല. ഇവിടെ ഗോകു ആണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു പവർ അത് അബ്സോർബ് ചെയ്യുന്ന അതേ സമയം ആ വില്ലൻ അവനാണെങ്കിൽ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടി ഇപ്പൊ ഗോകുവിനെ അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു അറ്റാക്കിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. ഇവിടെ ഗോഹാനും മൊട്ടപ്പനും അവരാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഗോകു അവൻ ആ വലിയ പാറകൾക്കിടയിൽ കുടുങ്ങി കിടക്കുകയാണ്. ഓ നോ, ഞാൻ ആ ഒരു പവർ അബ്സോർബ് ചെയ്തെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, എന്റെ ഫുൾ പവറും കൊടുത്തു, പക്ഷെ അതെനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്ത്രപരമായി എന്നെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയെന്ന് പറഞ്ഞ് ഗോകു മുൻപോട്ടേക്ക് നോക്കും. ആ ജയാൻ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അവന്റെ തൊട്ട് മുൻപിലുണ്ട്. ആ ജയാൻ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, നീ നിന്റെ മുഴുവൻ പവറും ഉപയോഗിച്ച് തീർത്തു അല്ലേ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി. അതിന് ഗോകു പറയും, അതെ, ഞാൻ എന്റെ മുഴുവൻ പവറും ഉപയോഗിച്ചു, കരുതിയതുപോലെ എനിക്ക് നിന്നെ തോൽപ്പിക്കാനാവില്ല, ഞാൻ തോൽക്കാൻ പോവുകയാണ്. അടുത്ത നിമിഷം ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനെ ആഞ്ഞ് ചവിട്ടും. ഗോകു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിലും അവനാണെങ്കിൽ ഗോകുയെ അടിച്ച് താഴെയിടും. അതിനുശേഷം അവന്റെ കാലിൽ ആഞ്ഞ് ചവിട്ടുകയാണ്. ഗോകുവിന്റെ കാല് തകർന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ആ ശബ്ദം ഇവിടെ മൊട്ടപ്പനും ഗോഹാനും കേൾക്കും. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, അത് ഗോകുവിന്റെ നിലവിളിയാണ്, നമ്മുടെ സഹായം അവന് ആവശ്യമാണ്, ഇത്രയും വേഗം നമുക്ക് ഗോകുവിന്റെ അടുത്ത് എത്തണമെന്ന് പറഞ്ഞ് അവർ കുറെ കൂടെ ശക്തിയായി മുൻപോട്ടേക്ക് പോകും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നിന്റെ ജീവൻ ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല, ഇഞ്ചിഞ്ചായി വേദന സഹിച്ച് മരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ഗോകുവിന്റെ ജീവൻ അത് മുഴുവനായിട്ട് എടുക്കാനായി അവൻ വീണ്ടും കാല് മുകളിലേക്ക് ഉയർത്തും. ഈ പ്ലാനറ്റ് ഇനി സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഗോകുവിന് നേരെ എടുത്തു ചാടും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ ഒരു പ്രത്യേക പവർ ഉപയോഗിച്ച് അവനെ ആഞ്ഞടിക്കും. അത് അവന്റെ തലയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ്. ഗോകുവിന്റെ ബോഡി പൂർണ്ണമായിട്ടും തളർന്നു പോവും. ഓ നോ, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ അവസാനത്തെ പവറും ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു, ഞാൻ തോറ്റിരിക്കുകയാണ്, നിനക്കിനി എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം. ആ ജയാൻ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യം കൊണ്ട് അന്ധനാവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ മരിക്കാൻ പോകുമ്പോ പോലും നീ ഇപ്രകാരം ചെയ്യും, എന്നോട് ആരും ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല, നിനക്ക് ഞാൻ തരാൻ പോകുന്ന മരണം അത് വളരെ വലുതായിരിക്കുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഗോകുയെ തൂക്കിയെടുത്ത് അവന്റെ കൈക്കുള്ളിൽ വെച്ച് ഗോകുയെ ഞെരിക്കുകയാണ്. വേദന കൊണ്ട് ഗോകു ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. അപ്പൊ ദൂരത്തായിട്ട് ഉണ്ടപ്പൻ അവനാണെങ്കിൽ ഗോകുവിന്റെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. അവന്റെ ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടി വരികയാണ്. എനിക്കിത് കണ്ടു നിൽക്കാനാവില്ല, എങ്ങനെയെങ്കിലും ഗോകുവിനെ സഹായിക്കണം, ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, യഥാർത്ഥ ഹീറോ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഉണ്ടപ്പനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിക്കും. അതേസമയം ഇവിടെ മൊട്ടപ്പനും ഗോഹാനും അവർ രണ്ടുപേരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഒരു ജയാൻ മോൺസ്റ്റർ ആയത് കണ്ട് അവർ ഷോക്ക് ആവുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, നിന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം നമുക്ക് അവനെ രക്ഷിക്കണം, അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ മോൺസ്റ്ററിനെ ലക്ഷ്യമാക്കി ഓടും. അത് കണ്ട ഉണ്ടപ്പനാണെങ്കിൽ അവരെ തടയാണ്. നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് ഇപ്പൊ പോകാനായിട്ട് പാടില്ല, നിങ്ങളത് കണ്ടില്ലേ, അവനിപ്പോ മോൺസ്റ്ററായി മാറിയിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് അവനെ തടയാൻ പറ്റില്ല. മൊട്ടപ്പനാണെങ്കിൽ ഉണ്ടപ്പനോട് പറയും, അവന്റെ വാല് അത് അവന്റെ വീക്ക്നെസ് ആണ്, അത് ഞാൻ കട്ട് ചെയ്യാം, ആ സമയം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എങ്ങനെയെങ്കിലും അവനെ ഡൈവേർട്ട് ചെയ്യണം. അത് പറഞ്ഞ് അവർ 3 പേരും 3 ഭാഗത്തേക്ക് ഓടും. ഇവിടെ ഗോഹാനാണെങ്കിൽ ഇപ്പൊ ആ മോൺസ്റ്ററിന്റെ മുൻപിലേക്ക് വരും. നിർത്തിടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, എന്റെ പപ്പയെ മര്യാദയ്ക്ക് താഴെ വിട്, അതല്ല എങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിന് ആ ജയനാണെങ്കിൽ അവനെ നോക്കി ചിരിക്കും, നിന്റെ പപ്പ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, അവൻ ഓൾറെഡി ആദ്യം ചത്തിരിക്കുകയാണ്, ബാക്കി കൂടെ നിന്റെ മുൻപിൽ വെച്ച് ഞാൻ നിന്റെ പപ്പയെ കൊല്ലുന്നു പറഞ്ഞ് ഗോകുവിന്റെ കഴുത്ത് പിടിക്കും.
ആ സമയം ഇവിടെ തൊട്ടു പുറയിലുണ്ടായിരുന്ന മൊട്ടപ്പൻ അവനാണെങ്കിൽ ജയാൻ മോൺസ്റ്ററിന്റെ വാല് അത് വെട്ടാനായിട്ട് ആ പവർ ക്രിയേറ്റ് ചെയ്ത് അവന് നേരെ ആഞ്ഞടിക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്ത ആ ജയാൻ മോൺസ്റ്റർ ആണെങ്കിൽ എടുത്തു ചാടും. ആ പവർ ഗോഹാൻ നിന്നിരുന്ന ആ മല അതങ്ങനെ രണ്ടായി മുറിച്ച് കടന്നു പോവാണ്. ഗോഹാനും മൊട്ടപ്പനും ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, നമ്മുടെ പ്ലാൻ അത് ചീറ്റിപ്പോയി. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഗ്രൂപ്പായിട്ട് എന്നെ തോൽപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലേ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. നിന്റെ പ്ലാൻ എല്ലാം തന്നെ ചീറ്റിപ്പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് മുൻപിൽ ഞാൻ ആദ്യം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഗോക്കുവിനെ ഇല്ലാതാക്കും. അതിനുശേഷം നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഞാൻ തന്നെ തല്ലിക്കൊന്ന് അവന്റെ അടുത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഗോഹാന്റെ മുൻപിലേക്ക് വരും. ഗോഹാനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പല്ല് കടിച്ച് ഫുൾ കലിപ്പില് ഇപ്പൊ ഗോക്കുവിനെ വിടാനായിട്ട് പറയും. പക്ഷെ അവനാണെങ്കിൽ ഗോക്കുവെ കൊല്ലാനായിട്ട് വീണ്ടും കഴിഞ്ഞിരിക്കും. ആ ഗ്യാപ്പില് ആരോ ജയാൻ വില്ലന്റെ ആ ഒരു വാലങ്ങനെ വെട്ടിയിടുകയാണ്. അവനാണെങ്കിൽ ഷോക്കാവും. വെട്ടിയിട്ടത് മറ്റാരുമല്ല, സാക്ഷാൽ ഉണ്ടപ്പൻ. അവനാണെങ്കിൽ വിളിച്ചു പറയും, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അത് കേട്ട് ഇപ്പൊ മോൺസ്റ്ററിന്റെ കൺട്രോൾ പോവാണ്. ഓ നോ, നീ ഇത്രയും നേരവും ഇവിടെ ഒളിഞ്ഞിരുന്ന് എനിക്ക് പണി തരാൻ വെയിറ്റ് ചെയ്യായിരുന്നല്ലേ. ഇങ്ങനെ ഒരു അപകടം മറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടില്ല. ഇതെന്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഗോക്കുവിന് താഴേക്ക് ഇടുകയാണ്. അതിനുശേഷം അവൻ പതിയെ പതിയെ ബാക്ക് ടു നോർമലായി മാറും. ഒട്ടപ്പനാണെങ്കിൽ ഇതുകൊണ്ട് ഭയങ്കര സന്തോഷം. അവൻ വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് ഇപ്പോ ഉണ്ടപ്പനോട് വിളിച്ചു പറയും, താങ്ക് യു, നീ ചെയ്തത് ഒരു നല്ല കാര്യമാണ്. ഞങ്ങൾക്ക് കഴിയാത്തത് നീ ചെയ്തു. ജയാൻ വില്ലനാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങളിപ്പോ ചെയ്തത് വലിയ തെറ്റാണ്. നിങ്ങളോടുള്ള എന്റെ പ്രതികാരം അതിപ്പോ 10 മടങ്ങായിരിക്കുകയാണ്. ആദ്യം നിങ്ങളെ ഓരോരുത്തരായിട്ട് ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ ഗോഹാന് നേരെ കാഞ്ഞടുക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് അവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് പറയും. പക്ഷേ ഗോഹാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവൻ ഗോഹാന്റെ അടുത്തേക്ക് വന്ന് അവന്റെ വയറ്റിൽ പഞ്ച് ചെയ്യും. അതിനെക്കൊണ്ട് പൊളയുന്ന ഗോഹാനെ അവൻ ചവിട്ടി മതിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മൊട്ടപ്പനാണെങ്കിൽ പുറകിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവനാണെങ്കിൽ കാലുമടക്കി കിക്ക് ചെയ്ത് മൊട്ടപ്പനെ ദൂരേക്ക് തെറിപ്പിച്ചു കളയും. ഇവിടെ ഗോഹാനാണെങ്കിൽ അവന്റെ പപ്പയുടെ പേര് വിളിച്ച് നിലവിളിച്ച് കരയാണ്. നീ ഇങ്ങനെയൊരു നുണുങ്ങ് പയ്യനായിട്ട് പോലും നീ എനിക്കെതിരെ വിരലുയർത്തി. സോ നിനക്ക് നിന്റെ പപ്പയ്ക്ക് കൊടുത്ത അതേ സമ്മാനം തന്നെ ഞാൻ തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഗോഹാനെ അങ്ങനെ ഉയർത്തിയെടുത്ത് അവന്റെ നെറ്റിയിൽ ആഞ്ഞെട്ടിപ്പിക്കുകയാണ്. അവനാണെങ്കിൽ ഗോഹാനെ തൂക്കിയെടുത്ത് ഇപ്പൊ ഗോക്കുവിന്റെ അടുത്തേക്ക് ഇടുകയാണ്. ഗോക്കു ആണെങ്കിൽ ഗോഹാനെ നോക്കും. ഗോഹാൻ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ജയാന്റെ ആക്രമണത്തിൽ എനിക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുകയാണ്. മരണത്തെ കാത്തു കിടക്കുകയാണ്. നിനക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. നീ ഒരിക്കലും അപ്രകാരം പേടിച്ചു നിൽക്കാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും അല്പനേരം കൂടെ നീ അവനെ തടയുകയാണെങ്കിൽ മൊട്ടപ്പൻ അവൻ എങ്ങനെയെങ്കിലും ജയാനെ ഇല്ലാതാക്കിക്കോളൂ. അതിന് ഗോഹാനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് പറയും, ഐ എം സോറി, എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. എഴുന്നേക്കാൻ പോലും എന്നെ കൊണ്ടാവുന്നില്ല പപ്പ. ജയാനാണെങ്കിൽ ഗോക്കു സംസാരിക്കുന്ന കണ്ട് ഞെട്ടും. ഓ നോ, നീ ഇപ്പോഴും ചത്തിട്ടില്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ആദ്യം നിന്നെ കൊല്ലാം. അതിനുശേഷം നിന്റെ മകനെ ഇല്ലാതാക്കും. പിന്നീട് ആ ഒരു മൊട്ടപ്പൻ അവസാനമായിട്ട് എന്നെ വാല് വെട്ടിയവനെ അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. അത് കേട്ട് ഉണ്ടപ്പനാണെങ്കിൽ ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് തന്നെ വരും. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, ഓഹാൻ, നമ്മുടെ ഫ്രണ്ട്സിനെ കാണുന്നില്ലേ? അവരെല്ലാവരും നമുക്ക് വേണ്ടിയാണ് അവരുടെ ജീവൻ ബലികഴിച്ചത്. പ്രധാനമായിട്ട് പിക്കലോ, അവൻ നിനക്ക് ട്രെയിനിങ് തന്നത് വെറുതെ പോകാനായിട്ട് പാടില്ല. അത് കേൾക്കേണ്ട താമസം ഗോഹാനാണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഒരു കാരണവശാൽ ഞാൻ തോക്കില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിന് വാക്ക് കൊടുക്കും. ആ ജയൻ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ താഴേക്ക് ചാടി വരും. അതിനുശേഷം ഇപ്പൊ ഗോക്കുവിനെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അത് കണ്ട് ക്ഷമ നശിച്ച ഗോഹാൻ അവൻ ചാടി വന്ന് ആ ജയൻ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യും. പിന്നീട് അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ജയനാണെങ്കിൽ അവനെ ആഞ്ഞടിക്കും. പക്ഷെ ഗോഹാനും വിട്ടുകൊടുക്കാതെ സ്കൈയിൽ വെച്ച് അവനെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പൻ അവന്റെ അടുത്തേക്ക് വിളിക്കും. കൈ തകർന്നു പോയ മൊട്ടപ്പനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. ഗോക്കു ആണെങ്കിൽ അവന്റെ കൈ മൊട്ടപ്പനോട് പിടിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. മൊട്ടപ്പൻ അത് പിടിക്കും. ഗോക്കുവിന്റെ കൈ അത് ഓൾറെഡി തകർന്നിരിക്കുകയാണ്. അവൻ ആ വേദനയിലും മൊട്ടപ്പനോട് പറയും, അവനെ നശിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ ഞാൻ ആർജിച്ചു വെച്ച ഒരല്പം കൂടെ പവർ എന്നിൽ ബാക്കിയുണ്ട്. ഇത് ഫുട്ബോൾ പവറാണ്. ഇതുപയോഗിച്ച് നീ അവനെ അടിച്ച് തകർക്കണം. ഒരേ ഒരു ചാൻസ് മാത്രമായിരിക്കും നിനക്ക് കിട്ടുക. അത് നീ മിസ് ചെയ്യാൻ പാടില്ല. ഗോഹാനെ കൊണ്ട് ഇത് ചെയ്യാനാവില്ല. അതിന് മൊട്ടപ്പനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ആ പവർ പോ അവൻ ഏറ്റുവാങ്ങുകയാണ്. അതാണെങ്കിൽ ഒരു ബോളായിട്ട് അങ്ങനെ രൂപാന്തരപ്പെടും. ഇവിടെ ആ ഒരു ജയാൻ വില്ലൻ അവനാണെങ്കിൽ ഗോഹാനെ അടിച്ച് താഴെയിടും. അതിനുശേഷം എഴുന്നേറ്റ് നിന്ന ഗോഹാനെ വീണ്ടും ചവിട്ടി തെറിപ്പിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.